എൻ്റെ മുമ്പിൽ ദീർഘസമയമില്ല, ചുരുങ്ങിയ മിനിറ്റേ ഉള്ളൂ. വേറൊരു വചനം ഒരുക്കിയാണ് വന്നെങ്കിലും സമയമില്ലാത്തത് കൊണ്ട് ഒരു ചെറിയ ഭാഗം വായിച്ച് ചില കാര്യങ്ങൾ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നു. 81-ാം സങ്കീർത്തനം 10-ാം വാക്യം അതിൻ്റെ അവസാന ഭാഗത്തിൽ വായിച്ചാട്ടെ. ആർക്കെങ്കിലും 81 Psalm 81:10. നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാം, ഞാൻ അതിനെ നിറയ്ക്കും. നമ്മളെപ്പോഴും ചിന്തിക്കുന്നൊരു ഭാഗമാണ്. നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക. നമ്മൾ ദൈവത്തെ സ്തുതിക്കാറുണ്ട്, ശാന്തമായ രീതിയിൽ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. എന്നാൽ ഇവിടെ വായിക്കുന്നത് നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക. എത്രമാത്രം വിസ്താരത്തിൽ തുറക്കുന്നുവോ, വിശ്വാസത്തോട് തുറക്കുന്നുവോ, അത്രമാത്രം അനുഗ്രഹിക്കുന്ന ദൈവത്തിനായി ഒന്നുറക്ക സ്തോത്രം ചെയ്യുവാൻ കഴിയും. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്ന വാ തുറന്ന് ഉറക്ക നിലവിളിക്കുന്ന കുരുടന്റെ നിലവിളിയിൽ യേശു അവിടെ നിൽക്കുവാനായിട്ട് ഇടയായി. നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? നിലവിളിക്കുന്ന നിലവിളിയുടെ മധ്യത്തിൽ ഉത്തരം നൽകുന്ന ദൈവത്തിനായി ഞാൻ ഉറക്ക സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ഈ പ്രാർത്ഥനയുടെ കൂടിവരവോട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ശാന്തമായിരിക്കാതെ നമുക്ക് നമ്മൾ നാവുകളെ തുറന്ന് ഒന്ന് ഉറക്ക സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയുമോ? സ്തുതിക്കുന്നവർ നേരിലുള്ളതൊക്കെ ഉചിതമാണ്. നാം എത്രമാത്രം ശാന്തമായിരിക്കാതെ സ്തോത്രം, എത്രമാത്രം ദൈവത്തെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാമോ, എത്രമാത്രം നാവുകളെ തുറന്ന് ദൈവത്തെ ആരാധിക്കാമോ, അത്രമാത്രം അനുഗ്രഹം തരുന്ന ദൈവത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹിന്ദിയിൽ ഒരു പാട്ടുണ്ട്, സ്തുതി ആരാധന ഊപ്പർ ജാത്തിയെ ആശിസ് നീച്ചേ ആത്തി. സ്തോത്രം, സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അനുഗ്രഹം മേളിൽ നിന്ന് വരുന്നു. നമ്മൾ ശാന്തമായിരിക്കാതെ നമ്മുടെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ നാവിനുള്ള സ്തുതി സ്തോത്രങ്ങളാണ്. നമ്മുടെ പണത്തേക്കാൾ, നമ്മുടെ സമ്പത്തിനേക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്തുതി സ്തോത്രങ്ങളാണ്. സ്തുതി സ്തോത്രങ്ങളിൽ വസിക്കുന്ന ഇസ്രായേലിലെ സ്തുതികളിൽ വസിക്കുന്ന ദൈവത്തിനായി ഉറക്കെ സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയും. നിന്റെ വായ വിശ്വാസത്തെ തുറക്കണം. ഇതിന്റെ രഹസ്യം എനിക്കറിയത്തില്ലായിരുന്നു. ഒരിക്കൽ ഞാൻ സദനിഷ ബൈബിൾ കോളേജിൽ പഠിച്ച ശേഷം വെക്കേഷന്റെ സമയത്ത് ഞാൻ നമ്മുടെ കുമ്മനാടേക്ക് വന്നു. ബംഗ്ലാവിൽ വന്ന് സാറമ്മച്ചിയും സാറപ്പച്ചനെയും കാണാൻ വന്നു. അവിടെ വന്നപ്പോൾ എന്നോട് അമ്മച്ചി പറയുകയാണ്, എൻ്റെ മോനെ, അപ്പച്ചൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ 1000 വിശ്വസ്ത വേലക്കാരന്മാരെയും 10,000 കണക്കിന് വിശ്വാസികളെ തരണം. എന്നാൽ അപ്പച്ചന്റെ കാലത്ത് തന്നെ അത് 1000-ൽ കൂടെ കർത്തൃദാസന്മാരെ ദൈവം നമ്മുടെ സഭയ്ക്ക് തന്നു. അപ്പൊ അപ്പച്ചൻ അതിൽ കൂടെ വിസ്താരത്തെ തുറന്ന് ചോദിച്ചിരുന്നെങ്കിൽ എത്രമാത്രം അത് കവിഞ്ഞേനെ. സ്തോത്രം. ഈ അമ്മച്ചിയുടെ വാക്ക് എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഇടയായി. സ്തോത്രം. നമ്മൾ എത്രമാത്രം ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തരമായി അനുഗ്രഹിക്കുന്ന ദൈവത്തിനായി ഒന്ന് ഉറക്കെ സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും. നിന്റെ വായ വിസ്താരത്തെ തുറക്കുക, നിന്റെ വായ വിസ്താരത്തെ തുറക്കുക. ഇന്നൊക്കെ 1991 അൾസർ രോഗിയായ ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. കർത്താവേ, എന്റെ രോഗത്തെ നീ ഒന്ന് മാറ്റി തീർക്കണമേ, എനിക്കൊരു പുത്തൻ അഭിഷേകം തരണമേ, ഒരു പുത്തൻ ശക്തി എനിക്ക് തരണമേ, ഒരു വിടുതൽ ശിശുവിലേക്കായി എന്നെ ഒരുക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ദൈവം എനിക്ക് അത്ഭുതമായ വിടുതൽ തന്നു. അന്ന് ഞാൻ സ്വഭാവങ്ങളൊക്കെ വിട്ട്, സഭാചാരമൊക്കെ വിട്ട്, എന്റെ ഭാര്യ അന്ന് ഗവൺമെന്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതൊക്കെ വിട്ട് പുറത്ത് വന്ന് കർത്താവിനെ സേവിക്കാനുള്ള പൂർണ്ണ തീരുമാനത്തോട് ഞാൻ പുറത്ത് വന്നു. അന്ന് എന്റെ കുഞ്ഞുങ്ങൾ 2 പേര് കൈക്കുഞ്ഞുങ്ങളായിരുന്നു. എന്റെ കുഞ്ഞുങ്ങൾക്കറിയത്തില്ല ഞാൻ എന്താണ് ചെയ്യുന്നത്, എവിടേക്ക് പോകുന്ന അറിയാതെ വിശ്വാസത്താൽ സ്റ്റെപ്പുകൾ വയ്ക്കുവാനായിട്ട് ഇടയായി. ഞാൻ നിങ്ങളോട് പറയട്ടെ, കൈവിടാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം, നമ്മെ കൈവിടാത്ത ദൈവത്തിനായി ഒന്ന് ഉറക്കെ സ്തോത്രം ചെയ്താട്ടെ. മനുഷ്യരുടെ മുമ്പിൽ ഭോഷത്വമായി തോന്നിയാലും ഒരിക്കലും നമ്മെ കൈവിടാത്ത ദൈവം, എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുന്ന ദൈവത്തിനായി ഞാൻ ഉറക്കെ സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ വന്ന് സഭയുടെ പെർമിഷനോട്, നമുക്ക് ജോൺ കെ മാത്യു വന്നിട്ടുണ്ടല്ലോ, അദ്ദേഹവും കണ്ടിട്ടുണ്ട്. ഞാനൊരു ചെറിയ നമ്മുടെ സഭയ്ക്ക് അതിനോട് ഹോളിനോട് അടുത്ത്
ഉള്ള വസ്തു, നമ്മുടെ സഭയുടെ വസ്തുവിൽ ഒരു ചെറിയ കുടിയിൽ പാർക്കുവാൻ സഭയോട് ഞാൻ പെർമിഷൻ ചോദിച്ചു. അപ്പോൾ സഭയിലുള്ളവർ പറഞ്ഞു, പാസ്റ്ററെ ചെറിയ കുടിയിലല്ല പാർക്കേണ്ടത്, കൊട്ടാരം കെട്ടി പാർക്കണം. ഞാൻ പറഞ്ഞു, വേണ്ട, ചെറിയ കുടി കുറച്ച് നാൾ കുടിയിലൊക്കെ ഒന്ന് പാർക്കട്ടെ. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങിയവരെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ഉത്തരവാദവും മനോഹരമായ ശില്പിയായ ആ മനോഹര പട്ടണങ്ങളെ നോക്കി അഭിവാദ്യം ചെയ്തതുപോലെ ഞാൻ ചില നാളുകൾ കുടിലിൽ പാർക്കട്ടെ എന്ന് ഞാൻ പറയും. അവരുടെ പെർമിഷനോടുകൂടി ഞാൻ ഒരു ചെറിയ കുടിലെ 10-ാം കോട്ട് കെട്ടി അതിൽ പ്രാർത്ഥിക്കുവാനും തുടങ്ങി. എന്നാൽ എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും നല്ല പാഴ്സലിൽ താമസം, നല്ല ഹോളിൽ താമസിച്ച, നല്ല സ്റ്റാൻഡേർഡ് ജീവിതം നയിച്ച അവർക്ക് വലിയ വിഷമായി തോന്നി. എന്നാൽ എനിക്ക് നന്നായ ദൈവീയ കാഴ്ചകൾക്കനുസരിച്ച് ചില ദിവസം ഞാൻ അങ്ങനെ അവിടെ താമസിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ എനിക്ക് തന്ന ഒരു വലിയൊരു ദർശനം എന്തെന്നറിയാമോ? നിന്റെ വായ വിസ്താരത്തെ തുറക്കുക, ഞാൻ അതിനെ നിറയ്ക്കാം. ഞാൻ എഴുതിയിട്ടു ഒരു ചോരമേൽ ഒരു ചാർട്ട് തുണിയിൽ എഴുതിയിട്ടു 1 കോടി ആത്മാക്കൾ, 10,000 വിശ്വസ്ത വേലക്കാർ. ഇത് കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാര് പറഞ്ഞു, പാസ്റ്റർ ജോണുമ്മനെ പോലുള്ളവരൊക്കെ പറഞ്ഞു, അച്ചായ എന്തോ മണ്ടത്തരം എഴുതി വെക്കുന്നത്, 1 കോടി ആത്മാക്കൾ, 10,000 വേലക്കാർ അച്ഛനോട് ചേർന്ന് അച്ഛനോട് നിന്ന് ഒന്ന് സഹകരിച്ച് ശുശ്രൂഷിക്കുമോ? ഞാൻ പറഞ്ഞു, എൻ്റെ ബാപ്പു, മനുഷ്യരാൽ അസാധ്യമെങ്കിലും എൻ്റെ ദൈവത്താൽ സകലവും സാധ്യം. വർഷങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞു. ഇത് നടന്നത് ഇന്നേക്ക് 21 വർഷത്തിന് മുമ്പേ ആണെങ്കിലും ദൈവത്തിന്റെ കൃപയാൽ എഴുതിയിട്ട ചാട്ടം പ്രകാരം നിന്റെ വായ വിസ്താരത്തെ തുറക്കുക, അതിനെ നിറയ്ക്കുന്ന ദൈവത്തിനായി ഞാൻ ഉറക്കെ സ്തോത്രം ചെയ്യാണ്. ചെറുകനോട് പറഞ്ഞു, അച്ചായന്റെ കാലത്ത് പോട്ട് അച്ഛന്റെ മക്കളെ, കൊച്ചുമക്കളുടെ കാലത്ത് ഈ കാര്യം സാധിക്കുകയില്ല. എന്നാൽ പാവപ്പെട്ടവനായ ഞാൻ, മഞ്ഞുമലകളിൽ പ്രവർത്തിക്കുന്ന ഞാൻ, കൃപയാൽ ഈ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ പാസ്റ്റർ പറഞ്ഞ പോലെ ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിക്കുവാനിടയായി. സ്തോത്രം. നിന്റെ വായ വിസ്താരത്തെ തുറന്നാൽ അനുഗ്രഹിക്കുന്ന ദൈവത്തിനായി ഒന്നുറക്കെ സ്തോത്രം ചെയ്യാനിടയായി. 7,000 കർത്തദാസന്മാരോട് ചേർന്ന്, 7,000 സഭയോട് ചേർന്ന് പ്രവർത്തിക്കാൻ തക്കണം ദൈവം എനിക്കൊരു അവസരം തന്നിരിക്കുക. എൻ്റെ വിശ്വാസം ഞാൻ പറയാം, 7,000 അല്ല, കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് അത് 10,000 കർത്തദാസന്മാരായി തീരും. വിശ്വസിക്കുന്നവരെ തുറക്ക സ്തോത്രം ചെയ്യുവാനുള്ള ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം നമ്മുടെ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞങ്ങൾ ജനറൽ കൗൺസിൽ എടുത്ത തീരുമാനം എന്താണെന്ന് കേൾക്കണമോ? എത്രയും പെട്ടെന്ന് സഭയ്ക്ക് 3,000 സഭയുടെ ഉണ്ടാകണം. സ്തോത്രം. നിന്റെ വായി വിസ്താരത്തിൽ തുറക്കുക, അതിനെ നിറയ്ക്കുന്ന ദൈവം. കരങ്ങൾ നിർത്തി ഒന്നുറക്കെ സ്തോത്രം ചെയ്യും. ആകാശത്തെ അബ്രഹാമിനെ വിളിച്ച് പുറത്തേക്ക് എറിഞ്ഞ അബ്രഹാമേ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നീ എണ്ണുക. സ്തോത്രം. അതുപോലെ ഞാൻ നിന്റെ സന്തതികളെ അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞു. അബ്രഹാം എണ്ണിയപ്പോൾ അവൻ പരാജയപ്പെട്ടെങ്കിലും സർവശക്തനായ ദൈവം പറഞ്ഞറിയാമോ, ഇതുപോലെ ഞാൻ നിന്റെ സന്തതികളെ അനുഗ്രഹിക്കും, ആകാശത്തിന് നക്ഷത്രങ്ങളെ പോലെ. നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിനായി ഒന്നുകൂടെ സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയുമോ? നിന്റെ വായ വിസ്താരത്തെ തുറക്കുക, നിന്റെ വായ വിസ്താരത്തെ തുറക്കുക, നിന്റെ ദർശനങ്ങളെ ചൂര്യമേൽ എഴുതിയിടുക. പ്രവർത്തികൾ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ എന്നോട് ചെന്ന് ഉറക്കെ സ്തോത്രം ചെയ്യാൻ കഴിയുമോ? നാവും തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവനൊരു സ്വപ്നം കണ്ടു, യാഗം കഴിച്ച ശേഷം സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടു കഴിഞ്ഞ് സ്വപ്നത്തിന്റെ ഹോബിയായ ദൈവത്തിന്റെ ദൂതനോട് വെളിപ്പെട്ടു. ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വരം ആവശ്യമായിരിക്കുന്നു? അവൻ പറയാണ്, കർത്താവേ, ഞാൻ ഒരു ചെറുബാലൻ, ഈ വലിയ പുരുഷാരത്തെ നയിക്കുവാൻ എനിക്ക് ജ്ഞാനം തരണമേ, എനിക്ക് ജ്ഞാനം തരണമേ. ഞാൻ ഒരു ചെറിയൊരു വ്യക്തിയാണ്, എനിക്ക് ജ്ഞാനം തരണമേ ഇത്ര വലിയ പുരുഷാരത്തെ നയിക്കാൻ. ചോദിച്ചത് ജ്ഞാനമാണെങ്കിലും ചോദിക്കുന്നത് നിനക്ക് നിരന്തരമായി അനുഗ്രഹിക്കുന്ന ദൈവം അവനോട് പറയാണ്, നീ ജ്ഞാനം ചോദിച്ചെങ്കിലും ഞാൻ നിനക്ക് ധനവും മഹിമയും ശക്തിയും ദീർഘായുസ്സും സത്യസംഹാരങ്ങളോ ഒക്കെ ദൈവം ശലോമോന് കൊടുക്കാനായിട്ട് ഇടയായി. ചോദിക്കുന്നതിനുപരിയായി അനുഗ്രഹിക്കുന്ന ദൈവത്തിനായി ഒന്ന് ഉറക്കെ സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയണം. എലിയാവ് ചോദിച്ചു, എലിയാവിനോട് എലിശ ചോദിച്ചു, ആത്മാവിന്റെ ഇരട്ടി പങ്ക് ചോദിച്ചു. എന്നാൽ അത് വലിയ പ്രയാസമായിട്ടാണ് എലിയ പറഞ്ഞെങ്കിലും
ഉറക്കെ ചോദിച്ചതായ, നാവ് തുറന്ന് ലജ്ജ കൂടാതെ ചോദിച്ചതായ എലീശയ്ക്ക് വേണ്ടി സ്തോത്രം, ആത്മാവിന് ഇരട്ടി പങ്ക് ദൈവം കൊടുക്കാനായിട്ട് ഇടയായി. നാവ് തുറന്നൊന്ന് ഉറക്കെ ഈ രാത്രി ഒന്ന് ചോദിക്കാം, നിനക്ക് എന്താണ് വേണം? ഹല്ലേലൂയ. ആത്മാവിന് ഇരട്ടി പങ്ക് തരുന്ന ദൈവത്തിനായ സ്തോത്രം. മോശെ ഒന്ന് ചോദിച്ചു, കർത്താവേ നിന്റെ തേജസ്സിനെ ഒന്ന് കാണിക്കണമേ. വലിയ പുരുഷാരത്തെ 25 ലക്ഷം വരുന്ന വലിയ പുരുഷാരത്തെയാണ് മോശ നയിപ്പാനിട്ടിടയത്. എന്നാൽ ചോദിച്ചത്, യഹോവേ നിന്റെ തേജസ്സെ എന്നെ ഒന്ന് കാണിക്കണമേ. വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഞാൻ കടന്നു പോകുമ്പോൾ നിന്നെ ഞാൻ പാറമേൽ നിർത്തും, അതിന്റെ അതിന്റെ ഗുഹകളിൽ നിർത്തും. ഞാൻ പോകുമ്പോൾ കരം കൊണ്ട് എന്നെ മൂടും, എന്നാൽ നിന്റെ മുഖം കാണുകയില്ല, പിൻവശം കാണും. സ്തോത്രം. യഹോവയുടെ മുഖം മോശയ്ക്ക് കാണുവാൻ കഴിഞ്ഞില്ല, പുറകെയുള്ള തേജസ് കണ്ടു. നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവത്തിന് നാവോട് തുറന്നോറക്കെ സ്തോത്രം ചെയ്താട്ടെ. നിന്റെ വായ വിസ്താരത്തെ തുറക്കുക, നിന്റെ വായ വിസ്താരത്തെ തുറക്കുക. 120 പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ശക്തി ലഭിക്കുള്ള നഗരത്തിൽ കാത്തിരിക്കുവാൻ പറഞ്ഞു. അവരെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ നാവുകളെ തുറന്നു. പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റ് പോലെ ഇറങ്ങി വന്നു. അവർ ആത്മാവ് നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. കൃപകളാലും കൃപാവരങ്ങളാലും നിറയ്ക്കുന്ന ദൈവത്തിനായി ഒന്ന് ഉറക്കെ സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയുമോ? ശൈലത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ വിടുതലുണ്ടാകുന്ന വിശ്വസിക്കുന്നവർ ഒന്ന് ഉറക്കെ സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയുമോ? ഉറക്കെ സ്തോത്രം ചെയ്യാതെ നിന്റെ പ്രാർത്ഥനയിൽ വിടുതലുണ്ട്, നിന്റെ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങളുണ്ട്. നിന്റെ വായ വിസ്താരത്തെ തുറക്കുക. എന്റെ പ്രാർത്ഥനയായിരുന്നു, കർത്താവേ 10 ബൈബിൾ 10 ആത്മാക്കളെ തരണമേ. ചോദിച്ചത് വരിയായി ദൈവം തരുവാനിട്ട്. ദൈവജനമേ നിന്റെ വായ വിസ്താരത്തെ തുറക്കുക. ദൈവം അതിനെ നിറയ്ക്കും, അത്യന്തമായ ശക്തിയാൽ നിറയ്ക്കും. വലിയ അഭിഷേകത്തിന് ശുശ്രൂഷയ്ക്കായി ഭൂലോകത്തെ കീഴ്മൽ മറിക്കുവാൻ ദൈവം അത്യന്തമായി നമ്മെ ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നവർ എന്നോട് കാര്യങ്ങൾ കൊടുക്കുന്ന സ്തോത്രം ചെയ്തു. ദൈവത്തിന്റെ പ്രവൃത്തികൾക്കുള്ള സമയം വന്നിരിക്കുന്നു. ആകയാൽ നിന്റെ വായെ വിസ്താരത്തെ തുറക്കുക. അവൻ കൃപകളാൽ നിന്ന് നിറയ്ക്കും, കൃപാവരങ്ങളാൽ നിറയ്ക്കും. പുതിയ ഭാഷകൾ ദൈവം തരും. ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിൽ കണ്ടതാണ്. പാസ്റ്റർ ജോൺ മാത്യു അവിടെ ഉണ്ടായിരുന്നു, ബ്രദർ സണ്ണിമുല അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളിൽ ആരൊക്കെ അവിടെ ഉണ്ടെന്ന് കരുതില്ല. കുമ്മനാട് നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഈ ആത്മാവിന്റെ വ്യാപാരം ദൈവവും അയ്പാനിട്ടിടയായി. വായ വിസ്താരത്തിൽ തുറന്നു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുവാൻ തുടങ്ങി, വിവരിക്കുവാനായിട്ട് തുടങ്ങി, ദർശനങ്ങളെ കാണുവാൻ തുടങ്ങി. 10 പേര് എന്ന് പറഞ്ഞ സ്ഥാനത്ത് 7000 കസരിട്ടിട്ടും ആൾക്കാരെ അഡ്ജസ്റ്റ് ചെയ്യുവാൻ കഴിയാത്തവണ്ണം വലിയ ജനങ്ങൾ വലിയ ദാഹത്തോട് വന്ന് നിലവിളിയോട് പാവങ്ങളെ ഏറ്റുപറഞ്ഞ് തമ്മിൽ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് വലിയൊരു ഉണർവെ ദൈവം കുമ്പിനാട്ടായി പാനിട്ടിരിക്കുകയാണ്. എന്റെ വായ ഞാൻ തുറക്കുന്നതെന്നറിയാമോ? ദൈവമേ, ഇന്ത്യയിൽ ഒരൊറ്റ മുതൽ കേരളത്തിലെ എല്ലാ മേഖലകളിലും, ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും ദൈവമേ ജനത്തെ ഉണർത്തണമേ. അതിനായിട്ട് ദൈവം ഒരു വലിയൊരു പ്രേരണ വന്നിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ തലേ ദിവസം ഡൽഹിയിലുണ്ടായ അനേക കത്തദാസന്മാരെന്നെ കാണാൻ വന്നു. അച്ഛായ ഡൽഹിയിൽ മുമ്പിനാട്ട് നടന്ന നെറ്റിൽ ഞങ്ങൾ ആ പ്രോഗ്രാം ഉപവാസ പ്രാർത്ഥന കണ്ടു. ഇതുപോലൊരു ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ ഡൽഹിയിൽ നടത്താൻ പോവുകയാണ്. അതിന് അച്ഛൻ വന്ന് ലീഡർ അതിന് ലീഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നത് സെപ്റ്റംബർ മാസം 29 മുതൽ ഒക്ടോബർ മാസം 19 വരെ ഡൽഹിയിലെ രാംലീല ഗ്രൗണ്ടിൽ ഒരു വലിയ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ ഡിക്ലെയർ ചെയ്തതാണ്. രാംലീല ഗ്രൗണ്ട് എല്ലാ ദിവസവും കിട്ടാൻ വിഷമമാണ്. 19 ലക്ഷങ്ങൾ കൂടെ തക്കണം. വലിയൊരു ഉപവാസ പ്രാർത്ഥന അവിടെ ഡിക്ലെയർ ചെയ്ത് ദൈവനം പ്രാർത്ഥിക്കുകയാണ്. അതിനായിട്ട് അനേകർ വരാമെന്ന് എന്നോട് പറഞ്ഞ് അമേരിക്കയിൽ നിന്ന് അനേകർ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രേരണ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഭൂമിയിൽ കെട്ടപ്പെടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നെങ്കിൽ സ്വർഗത്തിൽ അഴിയപ്പെടുന്നു വിശ്വസിക്കുന്നവർ ഒന്ന് ഉറക്കെ സ്തോത്രം ചെയ്യാം. നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ വരാൻ പോവുകയാണ്. നമ്മുടെ അനേക സ്റ്റേറ്റുകളിലെ ഇലക്ഷൻ വരാൻ പോവുകയാണ്. രാജ്യം ഏത് രീതിയിലേക്ക് പോകുന്നെന്ന് അറിയത്തില്ല. കുമ്മനാട് പെന്തക്കോസ്തുകാർ മാത്രം ഉണർന്നാൽ പോരാ, ജാതികൾ യേശുവിലേക്ക് വരണം. അത് ദൈവം നടത്തി തരുമെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് ഉറക്കെ സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയുമോ? എന്റെ പ്രാർത്ഥന ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രിയെ വിളിക്കണം, പ്രസിഡന്റിനെ വിളിക്കണം, വന്നാലും വന്നില്ലെങ്കിൽ സോണിയാഗാന്ധി അഡ്വാനി ഒക്കെ വിളിക്കണം. നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക. സ്തോത്രം ചെയ്യാമോ? നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക.
നമ്മൾ ഇവിടുന്ന് മലയാളത്തിൽ ആരാധിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രക്ഷിക്കപ്പെടണം, വേദന രക്ഷിക്കപ്പെടണം. ദൈവം നമ്മുടെ ദർശനങ്ങളെ ആരാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ എന്നോട് ചെന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഞാൻ വിശ്വസിക്കുന്നു ഡൽഹിയിൽ ദൈവം അതിശക്തമായി ഉണർവഹിക്കും. ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയിൽ ദൈവം അതിശക്തമായി ഉണർവഹിക്കും. നമ്മുടെ പ്രസ്ഥാനത്തെ വലിയ ഉണർവ് ദൈവം അയച്ചിരിക്കുക. ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. നിന്റെ വായെ വിസ്താരത്തിൽ തുറക്കുക, ഞാൻ അതിൽ നിറയ്ക്കും. എന്റെ പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? കർത്താവേ, ഞാനായിരിക്കുന്ന പ്രസ്ഥാനത്തെ നീ പണിയണമേ, നീ അതിന്മേലും വ്യത്യാസം വരുത്തണമേ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവം തന്റെ പ്രവൃത്തികൾക്കായി നെഹമ്യാവ് കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവം നെഹമ്യാവിനെ പണിക്കായി വെച്ച പോലെ അവിടെ നിന്ന് മുങ്ങിക്കരുതായി അനേക ദൈവദാസന്മാർക്ക് ഉള്ളിന്റെ ഉള്ളിൽ വലിയ പ്രേരണ ഉണ്ടായി. അങ്ങനെ സഭയ്ക്ക് അടുത്തുള്ള സ്ഥലങ്ങൾക്ക് മേടിക്കത്തക്കണം അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. അവിടെയുള്ള ബിൽഡിങ്ങുകളെ പണി തീരാത്ത 18 വർഷമായി പണിതിരിക്കുന്ന ബിൽഡിങ്ങൾ ഒക്കെ പണി തീരുവാനാട്ടെ ഏകദേശം 2000 പേരിക്കത്തക്കണം ഓഡിറ്റോറിയം ബംഗ്ലാവിന്റെ പുറകിലായിട്ട് കിഴക്ക് പടിഞ്ഞാറായി പണിയെത്തക്കണമുള്ള തീരുമാനമെടുത്ത് അതിന്റെ പ്ലാനെല്ലാം വരച്ച് ഉടനെ അതിലൊക്കെ പണികൾ ആരംഭിച്ച് നടക്കുന്നു. 30 കോടിയുടെ ബഡ്ജറ്റാണ്. നിങ്ങളാൽ കഴിവതെ എൻ്റെ യാത്രയിൽ ഏകദേശം 31 റൂം പോയി കഴിഞ്ഞു. 10 ലക്ഷം രൂപ കൊടുത്താൽ ഒരാൾക്ക് നിങ്ങളുടെ പേരിൽ ഒരു AC റൂം അവിടെ കിട്ടുന്നതായിരിക്കും. ആകെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ യാത്ര ചെയ്ത 8 വിശ്വാസമുള്ള അബുദാബി മുസ്തഫ സഭ 10 ലക്ഷത്തേക്ക് തന്നു. കേൾക്കണോ? നിങ്ങൾക്ക് തിരികെ തോന്നും. ദുബൈയിലുള്ള സഭ 1 കോടി രൂപ എടുത്തു സ്റ്റേജ് പണിയാൻ. പേക്ഷ തന്നെ UAE യാത്രയിൽ 3 കോടി. ഞാൻ വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സണ്ണിയോട് ചോദിച്ചാൽ 1 കോടി 15 ലക്ഷം എൻ്റെ കിട്ടിയത്. പിള്ളേരൊക്കെ കൊണ്ട് തരിക. ഞാൻ കേരളത്തിൽ എനിക്കറിയാം 100 കോടിയായി മാറിയത്. എന്നാൽ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ജനറൽ പ്രസിഡന്റ് ലോകമൊക്കെ യാത്രയെ ബാക്കിയുള്ള കാര്യം ഞങ്ങൾ നോക്കാം. അതിനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സഭയിൽ 40-50 ഫാമിലി ഉണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ഒരു 2-3 റൂമെങ്കിലും വെക്കണം. സ്തോത്രം. നാണക്കേട വെച്ചില്ലെങ്കിൽ 1 റൂമെങ്കിലും വെച്ചില്ലെങ്കിൽ നാണക്കേട. ഇവിടെ ഒരു പാവപ്പെട്ട ജോർജാനുണ്ട്, എൻ്റെ കസിനാണ്. പുള്ളിക്ക് നല്ല ജോലിയൊന്നുമില്ല. അമ്മാമയാണെങ്കിൽ കിഡ്നിയും പേരായിട്ട് കിടക്കുക. 10 ലക്ഷം കയ്യിൽ തന്നു. കുഞ്ഞന്തി പോയി അവിടെ വെക്കടാ റൂമിൽ. അങ്ങനെ പാസ്റ്റർ തോമസ് കൊസേന് നല്ല തുക തന്നു. കൊണ്ടുവെക്കും. എൻ്റെ മോനെ നീ കൊണ്ട് വെക്കടാ. നിങ്ങളൊക്കെ പണം ദൈവം തന്നപ്പോൾ ചുമ്മാ ഇതേ ബാങ്കിലിട്ട് അതിൻ്റെ നിക്ഷേപം കണ്ടുകൊണ്ട് പലിശ നോക്കിക്കൊണ്ടിരുന്ന് അതിൻ്റെ എത്ര ഷെയർ ആകുമോ അതിൻ്റെ ഷെയറൊക്കെ ഇടിഞ്ഞു പോകും. ഇടിഞ്ഞു പോകാത്ത നിത്യരാജ്യത്തിന് അതിനെ സ്തോത്രം ചെയ്യാം. പൊതുസഭയ്ക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിലുള്ളതെന്നറിയാമോ? പാവപ്പെട്ടവർ, അനാഥ വിധവന്മാർ, ഒരു സെന്റ് സ്ഥലമില്ലാത്ത 10, 40, 50 വർഷം IPC പ്രവചിച്ച കർത്താവിന്റെ ദാസന്മാർ പട്ടിണി കിടക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാമോ? സർപ്രസ് വന്നവർക്കൊക്കെ സഹായിക്കണം. നമ്മുടെ അനാഥ വിധവന്മാര്, കല്യാണം കഴിക്കാൻ പ്രായമായ കുഞ്ഞുങ്ങൾ, 3000 സമയം ഉണ്ടായാൽ മതിയുള്ളൂ. 3000 അത് കൂടെ ഉണ്ടാകണം. അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യണം. എൻ്റെ യാത്രയിൽ പലരും സപ്പോർട്ട് ചെയ്യും. 20-30 സമയം സപ്പോർട്ട് ചെയ്യാം. ചിരിക്കാനുള്ള സമയം ഇതല്ല, പ്രവർത്തിക്കുവാനുള്ള സമയം വന്നിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ ഉറക്കെ സ്തോത്രം ചെയ്യാം. നിങ്ങൾ വിചാരിക്കുക എന്തിനാണ് കർത്താവ് വരുന്നത്? എന്നോട് പറയാറുണ്ട്, അയ്യോ അച്ഛാ കർത്താവ് വരുന്നില്ലേ? ഇവിടെ കർത്താവ് വരുന്നത് CPM പോയി കാണേ. CPM ഹെഡ്ക്വാർട്ടർ ഒന്നും വേണ്ടെന്ന് പറഞ്ഞവരുടെ ഹെഡ്ക്വാർട്ടർ 100 ഏക്കറുണ്ട്. 100 കണക്കിന് AC ബസ് അവരുണ്ട്. ദീപന്തുക്ക സ്പെഷ്യൽ നമ്മുടെ കുമ്മനാട്ടൂർ AC ബസ് പോട്ടെ, AC കാറുണ്ടോ? നിങ്ങൾ ചർച്ചപ്പോട് പോയി നോക്കേ. തിരുവല്ലായി അവരുടെ സ്റ്റേഡിയം പോയി കാണേ. അവരുടെ എനിക്ക് വേദന തോന്നും. ചർച്ചക്കോട് അവരെ പ്രത്യേകിച്ച് സന്തോഷമുണ്ട്. നിങ്ങൾ പോയി പുനരുന്ന് നോക്കുക. അസംബ്ലി സ്കോഡിലെ നമ്മുടെ IPC എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രസ്ഥാനം. ഒന്നുമില്ല. സാറപ്പച്ചനെ കാലത്ത് പഠിച്ചാൽ 4 ഏക്കർ മാത്രമേ ഉള്ളൂ. തിരുവത്താഴം നടത്തുന്ന 2 വർഷത്തിന് മുമ്പേ ക്രൈസ്തവ ചിന്തക്കാരൊരു കാര്യം പറയാം. റോഡിൽ ബസ്സും ഓട്ടോയും ഓടുന്നായ റോഡിൽ തിരുവത്താഴം കുടിക്കുക, തിരുവത്താഴം തിന്നുക. അയ്യോ, ഞാൻ പലരോട് ചോദിച്ചാൽ പറയും, ഇതിങ്ങനെയൊക്കെ നടക്കത്തോളം. ഇങ്ങനെയൊക്കെ നടക്കുമോ? ഇത് വ്യത്യാസം വേണ്ടായോ? ഇതിനൊക്കെ ഒരു വ്യത്യാസം വേണ്ടായോ? നിങ്ങളെല്ലാം ഇവിടെ 10 പേര് കൂടെ നിന്നാൽ IPC ഹെഡ്ക്വാർട്ടറല്ല, IPCയുടെ മുഖച്ചയമാണ്. വിശ്വാസം ഒന്ന് ഉറക്കം സ്തോത്രം ചെയ്യാം. എനിക്കൊരൊറ്റ പൈസ വേണ്ട. എൻ്റെ പെണ്ണെ ഞാൻ കെട്ടിച്ചു കഴിഞ്ഞു. എൻ്റെ മോനും അവനും ചെറിയൊരു ജോലിയുണ്ട്. ഒരൊറ്റ പൈസ വേണ്ട. കുമ്മനാട് നിന്ന് IPC പ്രസ്ഥാനം നടക്കണം. ബാക്കി പാവങ്ങളും വിധവന്മാരും അനാഥരും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെറുക്കെ ചെയ്യേ. ഒരു ഫ്ലോർ തീർക്കേ, അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം പണിയേ, ഇല്ലെങ്കിൽ ഒരു റൂമെങ്കിലും തീർക്കേ. എല്ലാവരുടെ
പേര് വരുമ്പോൾ IPC ടാബർനാക്കിൾ ഡാലസിന്റെ പേര് വന്നില്ലെങ്കിൽ പാസ്റ്റർ ജോൺ മാത്യുവും സഭയുടെ പേര് വന്നെങ്കിൽ എന്തൊരു നാണം കേടാ. ആകയാൽ പ്രിയമുള്ളവരെ, ഈ വലിയ പണിക്കായി നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയത്തല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ പ്രസാദോടെ ബാക്കി കാര്യങ്ങൾ പറയും. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ.